ഡോക്ടർ ജയപ്രസാദ്, ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ എടുക്കില്ല എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അക്രമകാരികൾക്കെതിരെ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് പോകുകയാണ്. കാരണം ഇതൊരു സമരം, ഈ വിദ്യാർത്ഥി സമരം മാത്രമായി ഈ വിഷയത്തെ ചുരുക്കാൻ കഴിയില്ല എന്നുള്ള പല തെളിവുകളും നമ്മുടെ മുന്നിൽ ഉണ്ട്. അപ്പോൾ ഇടത് പ്രതിനിധി പറഞ്ഞത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, സാഷ്ടാംഗം വീണുകൊണ്ട് ഇതിൽ അടിയറവ് പറയുന്ന രീതിയിലാണ് ഈ രീതിയിൽ ഒരിടപെടൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അല്ല, നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ താല്പര്യം തന്നെയാണ് സർക്കാരിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് അത് ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും അത് ഇന്നത്തെ പ്രതിപക്ഷമൊന്നും ഉയർത്തുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഏജൻസികൾ തന്നെ ആ വിഷയം കൊണ്ടുവരികയും അങ്ങനെ ക്യാൻസൽ ചെയ്യുകയും പുനഃപരീക്ഷ നടത്തുകയും കുറ്റമറ്റ രീതിയിൽ അതിൻ്റെ റിസൾട്ട് വരികയും അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്, അതായത് ജൂലൈ 16 റിസൾട്ട് വന്നു. അതിനുശേഷമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമരം, അല്ലെങ്കിൽ ജൂൺ 28 തുടങ്ങിയെങ്കിലും ജൂലൈ 20 ശേഷമാണല്ലോ നമ്മളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ തരത്തിലേക്ക് വന്നു. നമുക്കറിയാം അതിൻ്റെ പുറകിലെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. അതിൽ തന്നെ ഗവൺമെൻറ് ഒഴിവാക്കുന്നത് വിദ്യാർത്ഥികളെ മാത്രമാണ്. മറ്റ് ക്രിമിനൽ എലിമെൻസിനെ സുപ്രീം കോടതിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ക്രിമിനൽ എലിമെൻസിനെ ഒഴിവാക്കുന്ന പ്രശ്നമുണ്ടാകില്ല എന്നുള്ളത് കോടതിയും അംഗീകരിക്കില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, ഈ 150 പരീക്ഷകൾ മോഡി സർക്കാരിൻ്റെ കീഴിലെന്നുള്ളത് ഒരു വ്യാജ നറേറ്റീവാണ്, നിരന്തരമായിട്ട് ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇനി ഞാൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് മന്ത്രി രാജിവെച്ചത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷം പോലും മന്ത്രിയുടെ റോളിനെ കുറിച്ച് ആക്ഷേപിച്ചിട്ടില്ല. യാതൊരു ബന്ധവുമില്ലാത്ത മന്ത്രിയുമായിട്ടൊരു ബന്ധമില്ല. അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതുള്ളൂ. അത് ഏറ്റെടുത്ത് രാജിവെച്ചെന്നുള്ളൂ. നമുക്ക് അത് നിർത്താം. മറ്റൊന്ന്, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന E20 സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിൽ ആം ആദ്മി പാർട്ടി ഈ വിഷയമായിട്ട് വന്നത് ഈ പാറ്റകളുടെ പുറകിലാണ്. അതായത് പാറ്റ പാർട്ടി ഉന്നയിച്ച വിഷയത്തിൽ അവർക്കൊരു അംഗീകാരം കിട്ടിയെന്നുള്ള ഒരു തോന്നലാണ് ഇന്ത്യയിലെ മുഖ്യധാരാ പ്രതിപക്ഷത്തിനുണ്ടായ ഒരു വീഴ്ചയിൽ അവർ മുന്നോട്ട് വന്നതാണ്. അപ്പോൾ E20 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 2001 തുടങ്ങിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ആഗോളതലത്തിൽ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അമേരിക്കയിൽ E10 ആണ്. അത് 10% എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളാണ് ഉപയോഗിക്കുന്നത്. ബ്രസീൽ അത് 27 മുതൽ 32% വരെയാണ്. ജപ്പാനിൽ ആ തരത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 2001 ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2006 മുതൽ തന്നെ ഇത് ഏതാണ്ട് 5% യൂസ് ചെയ്യാൻ തുടങ്ങി പരീക്ഷണാർത്ഥം. 2013 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത് ഒഫീഷ്യൽ പോളിസിയായിട്ട് ഡിക്ലെയർ ചെയ്തു E5 എന്നുള്ളത്. പിന്നീട് അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് 2021 ആകുമ്പോഴത്തേക്കും അത് 10%, 23 12, 24 14.6%, 25 19.2%, 26 ഈ ജൂൺ ആകുമ്പോഴത്തേക്കും അത് 20%ആയിട്ട് ഉയർത്തുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 5 പ്രധാന വിഷയങ്ങൾ നമ്മുടെ കൺസേൺ ഉണ്ട്. ഒന്ന്, കർഷകരുടെ താല്പര്യം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ വലിയൊരു ശതമാനം ജനത കാർഷിക വൃത്തിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നേട്ടമുണ്ടാക്കുന്നൊരു പ്രക്രിയയാണ്. മറ്റൊന്ന്, നമുക്ക് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു റോളാണ്. ഇന്ത്യ പോലുള്ളൊരു വലിയ രാജ്യത്ത് ചെയ്യാൻ കഴിയുന്നൊരു പ്രധാന മുന്നേറ്റം അതിനകത്തൂടെ വരുന്നത്. മൂന്നാമത്, വിദേശ നാണയ ശേഖരം നമുക്ക് സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് മുഴുവൻ ഏതാണ്ട് 80-85% ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ നാണയ ശേഖരത്തിലുണ്ടാകുന്ന വലിയ വർധനവ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അതിൻ്റെ നേട്ടമുണ്ടായിട്ടുണ്ട്. നമുക്ക് ഗൾഫ് ക്രൈസിസ് ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 3 വർഷമായി ലോക രാജ്യങ്ങൾ മുഴുവനും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഊർജ്ജ പ്രതിസന്ധി. അപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധിയെ നേരിടുന്നതിന് ഫ്യൂലും കൂടെ ഉപയോഗിക്കുക എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു വിഷയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. 2021 നീതി ആയോഗ് ഇതിൻ്റെ ഒരു റോഡ് മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത് 2021 കാരണം ഇത് എങ്ങനെ 9 വർഷം കൊണ്ട് നമ്മൾ 20% ഉയർത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്തു. അതനുസരിച്ച് ഏതാണ്ട് 1200 കോടി ലിറ്റർ എത്തനോൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കർഷകർക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.66 ലക്ഷം കോടി രൂപയുടെ അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വിദേശ നാണയ ശേഖരത്തിൽ നമുക്ക് 1.97 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ധന വില വർധന ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ 5.8% ഇന്ത്യയിലുണ്ടായ വില വർധനവ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ എല്ലാം 20 മുതൽ 20, 40%, 50% വരെ വില വർധന ഉണ്ടായിട്ടുണ്ട്.
നമ്മൾ ഈ പിടിച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച ഊർജ്ജ നയമാണ്. നമ്മൾ നേരത്തെ ഗൾഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഓയിൽ മാർക്കറ്റിൽ നിന്ന് റഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ വ്യാപിച്ചതും ഈ ഗൾഫ് വാറിൽ നമ്മൾ വലിയ ക്രൈസിസ് നേരിട്ടില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനായിട്ടാണ് പുതിയൊരു വിഷയമായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം 26 വർഷമായൊരു വിഷയമാണ് നമ്മുടെ ഈ എത്തനോൾ ബ്ലെൻഡഡ് എന്നുള്ള കോൺസെപ്റ്റ് 2001 മുതൽ ഇന്നിപ്പോൾ 2026 8-ാം മാസമായി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷമില്ലാത്ത ഒരു വിഷയമായിട്ടാണ് ഇന്ന് ആം ആദ്മി പാർട്ടി ഒരു സമരമുഖത്ത് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമുക്കറിയില്ല, പാർട്ടികളുടെ അതേ പാതയെ പിന്തുടർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ EJP എന്നൊരു പാർട്ടിയുടെ ഒരു വരികയും 4-5 ലക്ഷം ഫോളോവേഴ്സൊക്കെ അതിനകത്തുണ്ടായി. പക്ഷേ പലരും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിച്ചു ആ തരത്തിലൊരു വലിയ ജനമുന്നേറ്റം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പ്രതിപക്ഷം, ഈ പാറ്റ പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണ്. സർക്കാർ ജനഹിതത്തെ മാനിച്ചുകൊണ്ട് അതിന് നീറ്റ് വിഷയത്തിൽ ഒത്തുതീർപ്പുണ്ടാകുകയും അത് വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും മാത്രമല്ല ഇനി ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ സമയത്തൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ ഏതാണ്ട് 20 ദിവസം ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ രാജ്യത്തിന് പുറത്തായിരുന്നു. അപ്പോൾ അത്തരം ഒരു പ്രത്യേക കാലാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം പുതിയ വിഷയങ്ങൾ തേടിപ്പോകുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് ഇത്തരം മെമ്മോറാണ്ടം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചാണ്. നമ്മൾ കഴിഞ്ഞ 21-ാം തീയതി നമ്മൾ കണ്ടതാണ്. ജൂലൈ 21-ാം തീയതി ഈ പാറ്റാ സമരം ശ്രദ്ധേയമാകുന്നത് പ്രധാനമന്ത്രിയുടെയും അതുപോലെ ലോകസഭയിലേക്കും നടത്തിയ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് MP-മാരാണെങ്കിൽ ലോകസഭയിലേക്ക് നടത്തിയ മാർച്ചും അതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവമാണ്. നമുക്കറിയാം അത് വളരെ ആസൂത്രിതമായിരുന്നു. അപ്പം ജൂൺ 28-ന് തുടങ്ങിയ സമരം ജൂലൈ 20 വരെ സമാധാനപരമായി പോവുകയും ജൂലൈ 21-ന് പെട്ടെന്ന് അത് വയലൻ്റായി മാറുകയും ചെയ്തു. അപ്പോൾ അതിൽ എത്രമാത്രം ക്രിമിനൽ എലിമെൻറ്റ് കടന്നുകൂടി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജയപ്രസാദ്, ഇന്ന് ഒരു ഡൽഹി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം വന്നത് കണ്ടു. ഒരു 6-7 മണിയാകുമ്പോൾ ആ ജന്തർ മന്ദർ പരിസരത്ത് ആകപ്പാടെ ഒരു 1000 പേർ മാത്രമേ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും, അതായത് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ആ സമയമൊക്കെ ആകുമ്പോഴേക്കും അവിടെ കൂടിയത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ അവിടെ മൊബിലൈസ് ചെയ്യപ്പെട്ടു, ഇത്ര പെട്ടെന്ന് ഇത്ര ആളുകൾ അവിടേക്ക് എത്തിയ ഒരു സാഹചര്യം, ഇതൊക്കെ വളരെ സംശയം ഉയർത്തുന്ന ഒന്നാണ് എന്ന് ഡൽഹിയിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെയുള്ള ഒരു ജൻസി കലാപം പ്രതീക്ഷിച്ചവരുണ്ട്. ജൻസി കലാപം ഉണ്ടായില്ലെങ്കിലും ഗവൺമെൻറ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ജൻസികളെ ഉപയോഗിക്കാമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും ഉണ്ടായ ഒരു ആശങ്കയുണ്ടായിട്ടുണ്ട്. അത് ജെന്യുവിനായിരുന്നു. അത് സർക്കാർ അതേപടി ഉൾക്കൊണ്ട് പ്രധാനമന്ത്രി ആ തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് യുവാക്കളുടെ ഭാഷയിൽ തന്നെ അവരോടൊപ്പം സംവദിക്കുകയും ചെയ്തത് അത് പ്രശ്നത്തെ, ഒരു രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് റിസോൾവ് ചെയ്യുക എന്നുള്ളത് ഗവേണൻസിൻ്റെ ഭാഗമായി ചെയ്തതാണ്. പക്ഷേ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ പരാജയം മെയ് 12-ാം തീയതി ക്യാൻസൽ ചെയ്ത പരീക്ഷയ്ക്കെതിരായ എന്ത് സമരമാണ് ആം ആദ്മി പാർട്ടി നടത്തിയത്? നാമമാത്രമായ പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ജൂലൈ 20-ാം തീയതി വരെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ നിന്ന് ആളുകൾ ഡൽഹിയിലേക്ക് പറക്കാൻ തുടങ്ങുന്നതും വ്യാപകമായി പോകുന്നതും ഒക്കെ തന്നെ 19-ന് 20-ന് ശേഷമാണ്. അപ്പോൾ അതിന് നമുക്കറിയാം 21-ന് അക്രമവും തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് എത്ര നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്? ഉദാഹരണത്തിന് വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഏറ്റവും പേരുകേട്ട കേരളത്തിൽ നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തതിനെതിരായിട്ട് എന്ത് പ്രക്ഷോഭമാണ് ഉണ്ടായത്? നാമമാത്രമായി ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലും AG's ഓഫീസിൻ്റെ ഫ്രണ്ടിലും വിദ്യാർത്ഥി സംഘടനകൾ ചില സമരങ്ങൾ നടത്തി. അതൊക്കെ നമുക്കറിയാം ഒരു ചടങ്ങ് സമരങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വിദ്യാർത്ഥികളുടെ വിഷയമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി ഉയർത്താൻ ശ്രമിച്ചു. അതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു, പാറ്റകൾ ജയിച്ചു. സർക്കാരും അവിടെ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ E20 എന്നുള്ളൊരു വിഷയം ഇതുമായി നമ്മൾ കൂട്ടിക്കലർത്തുന്നത് ശരിയില്ല. അത് നമ്മുടെ കർഷകരെ സഹായിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി തകർച്ച നേരിടുന്ന കാർഷിക മേഖലയിലാണ്.
ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ അവസരത്തിലാണ് രാജ്യത്ത് ഈ തരത്തിലൊരു മുന്നേറ്റം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എത്തനോളിൻ്റെ അല്ലെങ്കിൽ ബയോഫ്യൂവലിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ എത്രമാത്രം കൂടിയിട്ടുണ്ടെന്നുള്ള കണക്ക് ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മളിപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ കർഷകർക്ക് ഇത് എത്രമാത്രം ഗുണകരമാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ് ഇപ്പം കർഷകർക്ക് വലിയ റോളുള്ളൊരു സംസ്ഥാനമാണ്. അല്ലെങ്കിൽ കരിമ്പ് കൃഷി ചെയ്യുന്നവർ, ചോളം കൃഷി ചെയ്യുന്ന കർഷകർ, അവരുടെ കൺസേൺ എന്താണ്? അപ്പോൾ ഇതിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ കർഷകർക്കുണ്ടായ ആനുകൂല്യങ്ങൾ എന്താണ്? നമ്മുടെ കാർഷിക മേഖലയിലുണ്ടായ ഉണർവ്, അതിന് സമാന്തരമായിട്ട് അന്തരീക്ഷ മലിനീകരണത്തിന് എതിരായിട്ടുള്ള ഇന്ത്യയുടെ മുന്നേറ്റം, നമ്മളെ പോലത്തെ ഒരു വിശാലമായൊരു വലിയ രാജ്യത്ത് വളരെ ഡെവലപ്ഡ് രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം കൂടെയാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ആ തരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അതിൻ്റെ ശാസ്ത്രീയമായ തലത്തിൽ ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ തന്നെ നീതി ആയോഗ് 2021 ഈ റോഡ് മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അന്ന് ഡൽഹിയിൽ ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രീ വിനോദ് മാത്യു അതിന് മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു റോഡ് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോഴല്ലേ അത് ചർച്ചാ വിഷയമാകേണ്ടത്, അതിനെതിരെ സമരങ്ങൾ ഉയരേണ്ടത്. ഇത് നമ്മൾ അതിൽ പ്രഖ്യാപിച്ച ലക്ഷ്യം E20 എന്ന് പറയുന്നത് 2021 നീതി ആയോഗ് പ്രഖ്യാപിച്ച റോഡ് മാപ്പിൽ 2030 നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യമാണ്. അത് ഏതാണ്ട് 4 വർഷത്തിന് മുമ്പ് നമ്മൾ അച്ചീവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. നമ്മൾ 2030 അച്ചീവ് ചെയ്യുന്നത് 2026 ജൂണിൽ അച്ചീവ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളതിൽ ബയോഫ്യൂവൽ പ്രൊഡക്ഷനിൽ നമ്മൾ വലിയ വർധനവ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് ബ്രസീലും അമേരിക്കയും നമുക്ക് ഇതിനകത്ത് മോഡലാക്കേണ്ടത് ബ്രസീലാണ്. അപ്പം ബ്രസീൽ E20 നിന്ന് മോളിപ്പോയ രാജ്യമാണ്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പം നിലവിൽ ഇപ്പോഴും ഈ 10 തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത്. അപ്പം ലോകത്തിലെ ബയോഫ്യൂവലിൻ്റെ 80% ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലും അമേരിക്കയാണ്. അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, രണ്ടാമത് ബ്രസീലാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലെ ഉണർവിന് ഏറ്റവും ഗുണകരമാകുന്ന ഒന്നാണ് E20. സമാന്തരമായിട്ട് നമ്മുടെ വിദേശ നാണയ ശേഖരത്തിലും അതുപോലെ ഊർജ്ജ പ്രതിസന്ധി, ഇനി നമ്മൾ നമ്മളെ ഈ ട്രംപ് നയിക്കുന്ന ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിൽ നമുക്കറിയാമല്ലോ, ഇനിയും വലിയ പ്രതിസന്ധി ലോകം നേരിടാൻ പോകുമ്പോൾ നമ്മൾക്ക് മുൻകരുതൽ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ മുന്നേറ്റം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജനങ്ങൾ തള്ളിക്കളയാനാണ് സാധ്യത.